അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തോടൊപ്പം പ്രായോഗിക തൊഴിൽ പരിചയം നേടുന്നതിനുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് (OPT) പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 2026 മെയ് മാസത്തിൽ അധ്യയന വർഷം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നതിനായി അപേക്ഷ തുടങ്ങാമെന്ന് വിവിധ സർവകലാശാലകൾ അറിയിച്ചിരിക്കുകയാണ്. F1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനത്തിന് ശേഷം US കമ്പനികളിൽ പ്രൊഫഷണൽ പരിചയം നേടാൻ അനുവദിക്കുന്ന വർക്ക് ഓതറൈസേഷനാണ് OPT എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ 12 മാസം വരെയാണ് ഇതിന്റെ കാലാവധി. എന്നാൽ സ്ട്രീം, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ബിരുദധാരികൾക്ക് 24 മാസം കൂടി അധികമായി ലഭിക്കും. ഇതിനെ സ്ട്രീം എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ജോലിയെയാണ് പ്രീ കംപ്ലീഷൻ OPT എന്ന് വിളിക്കുന്നത്. ഇത് ആകെ ലഭിക്കുന്ന 12 മാസത്തിൽ നിന്ന് കുറയ്ക്കും. അതിനാൽ മിക്കവരും പഠനശേഷം ഇത് ഉപയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ വെരിഫൈ അംഗീകാരമുള്ള തൊഴിലുടമകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന സ്ട്രീം ബിരുദധാരികൾക്ക് 24 മാസം കൂടി അധികം ലഭിക്കും. ഇതിനെയാണ് സ്ട്രീം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. OPT അപേക്ഷകളിൽ ഏറ്റവും പ്രധാനം അത് സമർപ്പിക്കുന്ന സമയമാണ്. കോഴ്സ് പൂർത്തിയാക്കുന്നതിന് 90 ദിവസം മുമ്പ് മുതൽ കോഴ്സ് കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ വരെ OPTക്ക് അപേക്ഷിക്കാം. ആദ്യം സർവകലാശാലയിലെ ഇന്റർനാഷണൽ സർവീസസ് വിഭാഗത്തിൽ നിന്ന് ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യൽ DSO വഴി ശുപാർശ നേടണം. പുതിയ I-20 ഫോം ഇതിനായി ആവശ്യമാണ്. ഓൺലൈൻ അപേക്ഷയ്ക്ക് $470, പേപ്പർ അപേക്ഷയ്ക്ക് $520 ഫീസ്. DSO ശുപാർശ നൽകി 30 ദിവസത്തിനുള്ളിൽ USCISൽ അപേക്ഷ എത്തിയിരിക്കണം. വൈകിയാൽ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപേക്ഷയോടൊപ്പം ഫോം I-765 OPT ശുപാർശയുള്ള പുതിയ I-20 പാസ്പോർട്ട്, F1 വിസ കോപ്പികൾ, ഏറ്റവും പുതിയ I-94 റെക്കോർഡ്, മുമ്പ് CPT അല്ലെങ്കിൽ OPT ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ വിവരങ്ങൾ എന്നിവ സമർപ്പിക്കണം. അതേസമയം അമേരിക്കയിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ OPT പ്രോഗ്രാമിനെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണമെന്ന പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ OPT പ്രോഗ്രാമിനെ കുറിച്ചും US-ൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി OPT പ്രോഗ്രാം നിർത്തലാക്കാനോ മാറ്റം വരുത്താനോ ഫെയർനെസ് ഫോർ ഹൈ സ്കിൽഡ് അമേരിക്കൻ ആക്ട് ഓഫ് 2025 പോലുള്ള ബില്ലുകൾ ജനപ്രതിനിധികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് FICA നികുതിയിൽ ഇളവുണ്ട്. ഇത് എടുത്തുമാറ്റിയ വിദ്യാർത്ഥികളുടെ വരുമാനത്തിന് നികുതി ചുമത്തണമെന്ന നിർദ്ദേശവും വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ആലോചനകളും അധികാരികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. വിവിധ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും OPT പ്രോഗ്രാമിനോടുള്ള താല്പര്യം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഓപ്പൺ ഡോർസ് 2025 റിപ്പോർട്ട് പ്രകാരം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും OPT വഴി ജോലി തേടുന്നവരുടെ എണ്ണം 21% വർദ്ധിച്ച് 2,94,253 ചുരുക്കത്തിൽ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. 2026 മെയ് മാസത്തിൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം ഒരുങ്ങുമ്പോൾ കൃത്യമായ സമയവും രേഖകളും പാലിക്കുക എന്നത് ഏറെ നിർണായകമാണ്. കോഴ്സ് കഴിയുന്നതിന് 90 ദിവസം മുമ്പ് മുതൽ അപേക്ഷിക്കാമെങ്കിലും സർവകലാശാലകളുടെ ശുപാർശ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സയൻസ്, ടെക്നോളജി ഉൾപ്പെടെയുള്ള സ്ട്രീം വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് ലഭിക്കുന്ന 24 മാസത്തെ അധിക കാലാവധി വലിയൊരു തൊഴിലവസരമാണ് നൽകുന്നത്. നിയമപരമായ കടമ്പകളും രാഷ്ട്രീയമായ ചർച്ചകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ തൊഴിൽ പരിചയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം OPT ഇപ്പോഴും ഏറ്റവും ആകർഷകമായ പ്രോഗ്രാമായി തന്നെ തുടരുകയാണ്. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും വിദഗ്ധ നിർദ്ദേശങ്ങൾ പാലിച്ചും അപേക്ഷിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും.